ഹായ് ഹലോ നമസ്കാരം. നമ്മൾ പല ചെറു കാറുകൾ നമ്മുടെ നിരത്തിൽ കണ്ടിട്ടുണ്ട്. അതായത് മാരുതി 800 മുതൽ ഇങ്ങോട്ട് ഒരുപാട് വണ്ടികൾ, പുതിയ എക്സ്പ്രസോ വരെ. അപ്പോൾ ഈ കാറ്റഗറിയിൽ നമ്മൾ വിളിക്കുന്ന ഈ ഒരു വാഹനങ്ങളുടെ ഒരു ഉത്ഭവം എന്നൊക്കെ പറയാവുന്നത് കെ കാറുകളിൽ നിന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് ഈ കെ കാറുകൾ എന്ന് പറയാം? അപ്പോൾ ഒരു കൗതുകം പറയട്ടെ, ജപ്പാനിൽ സാമ്പാർ എന്ന് പറഞ്ഞ ഒരു വാൻ ഉണ്ടായിരുന്നു. അതായത് സാമ്പാർ എന്ന സുബാരുവിൻ്റെ വാൻ. അപ്പോൾ നമുക്ക് കെ കാറിൻ്റെ ചില കാര്യങ്ങളിലേക്ക് പോകാം. ഈ കെ കാറുകൾ എന്ന് പറയുന്നത് എന്താണെന്നും അത് എങ്ങനെയാണ് അവിടെ ഉത്ഭവിച്ചതെന്നും അതിൻ്റെ ഒരു കാലങ്ങളായിട്ടുള്ള മാറ്റങ്ങളൊക്കെ തന്നെ പറയാം. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് കെ കാർ? ജപ്പാൻ ഭാഷയിൽ ലൈറ്റ് ഓട്ടോമൊബൈൽ അർത്ഥമുള്ള, ജപ്പാന് പുറത്ത് ജാപ്പനീസ് സിറ്റി കാർ എന്നും മറ്റും അറിയപ്പെടുന്ന കെ കാർ ഒരു ജാപ്പനീസ് കാർ ക്ലാസിഫിക്കേഷനാണ്. അതായത് വാഹന ക്ലാസിഫിക്കേഷനാണ്. വെഹിക്കിൾ സൈസ് ക്ലാസ് എന്ന് വിളിക്കുന്നുവെങ്കിലും തത്വത്തിൻ്റെ ഒരു വാഹന ക്ലാസിഫിക്കേഷനാണ്. ജപ്പാനിൽ 3 സൈസ് ക്ലാസിഫിക്കേഷനാണ് വണ്ടികൾക്കുള്ളത്, അതായത് കാറുകൾക്കുള്ളത്. കെ കാർ അഥവാ തീരെ ചെറിയ കാർ എന്ന ഗണത്തിൽ പെടുമ്പോൾ ടാക്സ്, രജിസ്ട്രേഷൻ എന്നിവയ്ക്ക് മറ്റുമായിട്ട് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ടായിരുന്നു. തദ്വാര ആളുകളെ കൂടുതലായിട്ട് ഇതിലേക്ക് ആകർഷിക്കാൻ ഗവൺമെൻറ്റായി. കാലങ്ങളായിട്ട് പല അഴിച്ചുപണികളും ഈ ഒരു കെ കാറിൻ്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് അത്യാവശ്യത്തിന് പവറുള്ള കാറുകളും സേഫ്റ്റി കൂടിയ കാറുകൾക്കുമായി കെ കാർ മാറുകയുണ്ടായി. ഇനി ജപ്പാനിലെ കെ കാറുകളുടെ ഹിസ്റ്ററി പറഞ്ഞാൽ അതിന് 4 തിരിക്കാം. ഒന്ന് 360cc എറ എന്ന് വിളിക്കുന്ന 1949 മുതൽ 1975 വരെയുള്ള കാലഘട്ടമാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് കെ കാർ ഉണ്ടാകുന്നത്. ജപ്പാനിലെ സാധാരണക്കാർക്ക് വലിയ ശരിക്കുമുള്ള കാറുകൾ അപ്രാപ്യമായപ്പോൾ, അതായത് വാങ്ങാനായിട്ടും ഉപയോഗിക്കാനും സാമ്പത്തികമായി പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ കാർ ഇൻഡസ്ട്രിക്ക് ഒരു ഉണർവ് ഉണ്ടാവേണ്ടത് ഗവൺമെൻറ് ആവശ്യമായി വരികയും മോട്ടോർ സൈക്കിൾ വാങ്ങാൻ കഴിവുള്ള ആളുകൾക്ക് ആ ഒരു പൈസയ്ക്ക് വാങ്ങാൻ ഒതുങ്ങുന്ന കാറുകൾ അത് ചിലവ് കുറച്ച് ചെറിയ ബിസിനസ് ഡീലുകൾക്ക് കൂടി പറ്റുന്ന ഒരു വണ്ടിയായിട്ട് ഇറക്കാൻ പറ്റിയാൽ നല്ലതെന്ന് തോന്നി. അങ്ങനെ കെ കാറുകളിലെ കാറ്റഗറി നിശ്ചയിക്കപ്പെട്ടു. ഈ കാറുകളിലെ എഞ്ചിനും ഉണ്ടായിരുന്നു ചില ലിമിറ്റേഷൻസ്. അതായത് 4 സ്ട്രോക്ക് ആണെങ്കിൽ 150cc, 2 സ്ട്രോക്ക് ആണെങ്കിൽ 100cc എന്ന നിലയ്ക്കായിരുന്നു ഈ എഞ്ചിനുകളുടെ സൈസ് എന്ന് പറയുന്നത്. പോകെ 1950 മുതൽ 55 വരെയുള്ള വർഷങ്ങളിൽ ഈ ഒരു ലിമിറ്റ് കൂടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ കാർ നിർമ്മാതാക്കൾ കൂടുതലായിട്ട് കെ കാറുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചു. 1955 ഇത് 2 സ്ട്രോക്കിനും 4 സ്ട്രോക്കിനും 360cc എന്ന നിലയ്ക്കായി. അടുത്ത കുറേ വർഷങ്ങളായി കുറേ അധികം കെ കാറുകൾ ഇതിനാൽ നിർമ്മാണത്തിൽ വരികയുണ്ടായി. അതായത് ഈ ഒരു സൈസ് കൂട്ടിയത് കാറുകളുടെ ഒരു ഉണർവായിട്ട് കണ്ട് കുറേ അധികം മാനുഫാക്ചേഴ്സ് ഈ ഒരു കെ കാറുകൾ ഉണ്ടാക്കിയെന്നർത്ഥം. സുസുക്കി സുസു ലൈറ്റ് 1965 പിന്നീട് 1958 സുബാരു 360 എന്നീ കെ കാറുകൾ രംഗത്തെത്തുണ്ടായി. ഒരു ബൈക്കിനേക്കാൾ എത്രയോ സൗകര്യമായി സഞ്ചരിക്കാമെന്ന നിലയ്ക്ക് കെ കാറുകൾക്ക് നല്ല സ്വീകാര്യത ഉണ്ടായിരുന്നു. അതായത് കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്കും ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഡെലിവറിക്കും ഒക്കെ ആയിട്ട് ഉതകുന്ന വണ്ടികളായിട്ട് കെ കാറുകൾ മാറി. 1955 ജാപ്പനീസ് മിനിസ്ട്രി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ഒരു നാഷണൽ കാർ ഡെവലപ്പ് ചെയ്യുക എന്ന ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ ഈ കെ കാറുകളേക്കാൾ കുറച്ചുകൂടി വലുതായിരിക്കണം, ഈ പ്രാക്ടിക്കലായിരിക്കണം എന്തായിരുന്നു അവരുടെ ഉദ്ദേശം. തദ്വാര ജാപ്പനീസ് ഓട്ടോ ഇൻഡസ്ട്രിയുടെ ഒരു ലക്ഷ്യം എന്നത് തന്നെ ഈ ഒരു നല്ല കെ കാർ ഉണ്ടാക്കുക എന്ന നിലയിലേക്ക് മാറി. മുൻപ് കെ കാറിൻ്റെ സ്പീഡ് ലിമിറ്റ് 40 കിലോമീറ്റർ ആയിരുന്നെങ്കിൽ 1960 അത് 60 കിലോമീറ്ററിലേക്ക് മാറിയിരുന്നു. പിന്നീട് ഈ ഒരു കാറ്റഗറിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. 1968 ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായിട്ട് ഹോണ്ട N360 വന്നു. ചില കാറുകൾക്കെങ്കിലും ഡിസ്ക് ബ്രേക്കുകൾ വന്നു. ഹോണ്ട ZGS ആണ് ആദ്യ ഡിസ്ക് ബ്രേക്കുള്ള കെ കാർ. അങ്ങനെ കെ കാർ ജപ്പാന്റെ ഒരു മുഖമുദ്രയായി മാറിയെന്ന് തന്നെ പറയാം. കെ കാറുകളുടെ പവറിലും കാര്യമായ മാറ്റം വന്നു. അതായത് ഡൈഹാറ്റ്സു ഫെല്ലോ മാക്സസ് എന്ന മോഡലിൽ 40 PS പവറിനായിരുന്നു പീക്ക് പവർ. 1970 നല്ല വിൽപ്പന നടന്ന കെ കാറുകൾക്ക് ഗവൺമെൻറ് ആനുകൂല്യങ്ങളൊക്കെ കുറച്ചോട് കൂടിയിട്ട് 1975 ആകുമ്പോഴേക്കും വിൽപ്പനയിൽ 80% ഇടിവുണ്ടായി. തദ്വാര ഹോണ്ടയും മസ്തയും തങ്ങളുടെ കെ കാറുകളുടെ നിർമ്മാണം നിർത്തി. അതുകൂടിയായപ്പോൾ മറ്റ് നിർമ്മാതാക്കൾക്കും ഈ ഒരു കെ കാറുകളുടെ നിലനിൽപ്പിന് ആശങ്കകൾ വന്നു. ഇനിയിപ്പോൾ എന്താണ് കെ കാറുകളുടെ അവസ്ഥ അറിയില്ല, വിൽക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള പല സംശയങ്ങളൊക്കെ ഉണ്ടായി. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് എമിഷൻ ലോ ആയിരുന്നു. 1973 മുതൽ 78 വരെയുള്ള 4 സ്റ്റെപ്പുകളായിട്ട് ആ ഒരു എമിഷൻ നോംസ് വളരെയധികം കർശനമായി. അപ്പോൾ ഈ ഒരു കർശനമായി തുടരുകയായിരുന്ന എമിഷൻ നോംസ് ഈ ഒരു കെ കാറിന് ഒരു ചെറിയ പ്രശ്നമല്ലായിരുന്നു. സുസുക്കി പോലുള്ള 2 സ്ട്രോക്ക് എഞ്ചിനുള്ള കെ കാറുകളെ അത് വളരെയധികം ബാധിക്കുമെന്ന് ഉറപ്പല്ലേ. അതായത് 2 സ്ട്രോക്കൊക്കെ ശരിക്കും പൊല്യൂഷന് അത്യാവശ്യം നല്ല പേരുകേട്ട വണ്ടിയാണല്ലോ. ഒരു 360cc 4 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ പോലും ആ ഒരു നോർമൽ പാലിക്കുന്നതിന് പരിമിതി ഉണ്ടായിരുന്നു. അവസാനം ജപ്പാൻ ലെജിസ്ലേറ്റീവ് CC കൂട്ടാനും ലെങ്ത്തും വിടുത്തും ഒക്കെ കുറച്ചൊക്കെ കൂട്ടാനും അനുമതി കൊടുത്തു. അങ്ങനെ കെ കാറുകൾ 1976 550cc ആയി. കൂടാതെ 1980 അത് സ്പീഡ് ലിമിറ്റ് 80 കിലോമീറ്റർ ആയി നിജപ്പെടുത്തി. അപ്പോൾ 4ാമത്തെ ഏറ എന്ന് പറയുന്ന 660cc ഏറ 1990 മുതൽ 2014 വരെയാണ്. 90 റെഗുലേഷൻ വീണ്ടും മാറി. 110cc കൂടി കൂട്ടി എൻജിൻ സൈസ് 660cc ആക്കിയപ്പോൾ പവർ 64 PS എന്ന നിലയിലേക്ക് വന്നു. പിന്നെ ഏറ്റവും കൂടിയ പവറുള്ള കെ കാർ നിർമ്മിക്കുക എന്നത് ഒരു മത്സരമായി മാറുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ ഒരു ജെന്റിൽസ്മാൻ എഗ്രിമെൻ്റ് എന്ന് വിളിച്ച ഒരു എഗ്രിമെൻ്റ് കൊണ്ട്
ജപ്പാൻ ഗവൺമെൻറ് ഈ ഒരു ഹോഴ്സ് പവർ വാർ എന്ന് വിളിച്ച കാർ നിർമ്മാതാക്കളുടെ ഈ ഒരു മത്സരത്തിന് വിരാമം ഇട്ടു. അങ്ങനെ സിസിക്കും സ്പീഡിനും പുറമെ പവറിൽ കൂടി കെ കാറിന് ലിമിറ്റ് വന്നു. കൂടിയ പവറിലുള്ള ടർബോ ചാർജഡ് എഞ്ചിനുകൾ വന്നു എന്നത് കൂടി ഈ ഒരു ലിമിറ്റ് വന്നതിന് കാരണമായിട്ട് പറയുന്നുണ്ട്. സ്പോർട്സ് ബൈക്കുകളായിരുന്നു ശരിക്കും പറഞ്ഞാൽ കെ കാറിൻ്റെ എഞ്ചിൻ പങ്കാളികൾ. തദ്വാര ജപ്പാൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചർ അസോസിയേഷൻ കെ കാറുകളുടെ സ്പീഡ് ലിമിറ്റ് 140 കിലോമീറ്റർ വരെ കൂട്ടി. അതായത് ഗവൺമെൻറ് റെഗുലേഷൻ പ്രകാരമല്ല, ആ ഒരു മാനുഫാക്ചേഴ്സ് അവരുടെ ഇഷ്ടത്തിന് 140 കിലോമീറ്റർ വരെ കൂട്ടി എന്നുള്ളതാണ്. സുസുക്കിയുടെ വാഗണർ ആയിരുന്നു 2001 2008 വരെ ഏറ്റവും വലിപ്പമുള്ള കെ കാർ. ഏപ്രിൽ 2014 ജാപ്പനീസ് ഗവൺമെൻറ് കെ കാറിനുണ്ടായിരുന്ന ആനുകൂല്യങ്ങളെല്ലാം കാര്യമായിട്ട് അങ്ങ് വെട്ടിക്കുറച്ചു, ടാക്സ് എല്ലാം കൂട്ടി. എന്നിരുന്നാലും വിരലിലെണ്ണാവുന്നധികം കെ കാറുകൾ എന്നും ജപ്പാനിലുണ്ട്. ഡൈഹാറ്റ്സു, ഹോണ്ട, സുസുക്കി, നിസാൻ, മിസ്റ്റുബിഷി എന്നീ കമ്പനികൾ ഇപ്പോൾ കെ കാർ ഉണ്ടാകുന്നുണ്ട്. മസ്ത റീബാഡ് ചെയ്ത സുസുക്കി മോഡൽ വിൽക്കുന്നു. ടൊയോട്ടയും സുബാറുവും ഒക്കെ അങ്ങനെ തന്നെ. ഇതിനിടയ്ക്ക് 2009 മിസ്റ്റുബിഷി തങ്ങളുടെ ഇലക്ട്രിക് കാർ, അത് ഇലക്ട്രിക് കെ കാർ IMI-EV പുറത്തിറക്കി. അതിന് ലോകത്തിലെ ആദ്യ മാസ് പ്രൊഡക്ഷൻ ഇലക്ട്രിക് കാർ എന്ന് കൂടി വിശേഷണമുണ്ട്. ഇനി ഇന്ത്യയിൽ കെ കാറിനോട് സാമ്യമുള്ള കാറുകൾ എന്ന് പറയുന്നത് മാരുതി ഓൾട്ടോ മുതൽ എക്സ്പ്രസോ വരെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 1 ലക്ഷം രൂപയ്ക്ക് ഇറക്കിയ നാനോ, അതായത് ആ ഒരു നാനോ ഇന്ത്യയിൽ നിരത്തിൽ വിജയമായിരുന്നെങ്കിൽ നമുക്ക് ഒരു ആൾട്ടർനേറ്റീവായിട്ട് പല വണ്ടികളും വന്നതിനെന്ന് തോന്നുന്നുണ്ട്. അതായത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. ഒരു സ്മാർട്ട് കാർ എന്ന നിലയ്ക്ക് ടാറ്റ നാനോയെ പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ നാനോയുടെ അവസ്ഥ ഇതാവുമായിരുന്നെന്ന് തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ ചീപ്പ് കാർ എന്നുള്ള ഒരു വിശേഷണം പേര് നാനോ വന്നപ്പോൾ സാധാരണ ആളുകൾക്കെങ്കിലും ഈ ഒരു ചീപ്പ് കാർ സഞ്ചരിക്കുന്നതിനേക്കാൾ എത്രയോ പ്രൗഢി സ്വന്തം ബൈക്കിൽ 4 പേരെ കുത്തി തിരക്കി ഓടിച്ചു കൊണ്ടുപോകുന്നതാണ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നാനോയുടെ കാര്യം. നാനോയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണ്. അതായത് സുബാരു സാമ്പാർ എന്നൊരു വാനാണ്. ഈ ഒരു കെ കാറിൻ്റെ ഈ ഒരു ലിമിറ്റേഷൻസിനകത്ത് ആ ഒരു സ്ഥല സൗകര്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളൊരു വാനായിട്ട് ആ ഒരു സുബാരുവിൻ്റെ സാമ്പാറിനെ കാണാം. സാമ്പാർ എന്നുള്ള ഉച്ചാരണം ഞാൻ തമാശയ്ക്ക് പറയുന്നതാണ്, സാമ്പാർ എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു കാറിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതിന് 4 വീൽ ഡ്രൈവ് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് കൗതുകങ്ങൾ ഈ കെ കാറിൻ്റെ ഒരു കാര്യത്തിലുണ്ട്. അതുമാത്രമല്ല പല കാര്യങ്ങളും വാഹന ലോകത്തുണ്ട്. നമുക്ക് ഇനിയും കൗതുകങ്ങളായിട്ട് കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. പതിവ് പോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടെന്ന് കരുതണം. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ ചെയ്യണം, നമ്മൾ എന്തിനും അറിയാലോ. അപ്പോൾ സുബാരു സാമ്പാർ, നമ്മുടെ നാനോ, അതുപോലുള്ള പല കാറുകളും പല കൗതുകങ്ങളും ഉണ്ട് നേരത്തിൽ. അടുത്ത വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.